കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ തുടങ്ങി വെച്ചിരുന്നു അല്ലേ? ഏതെല്ലാം സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്? അ, ആ എഴുതാൻ പഠിച്ചു നമ്മൾ. ഇന്ന് ആ വരുന്ന കുറച്ച് വാക്കുകൾ പരിചയപ്പെടാമല്ലേ? ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് അറ. അറ, ആ, റ, അറ. ഇത് അട. അട, ആ, ട, അട. അടുത്ത വാക്ക് കണ്ടോണേ. ആ, വ, അവ. അവ. അടുത്തത് ആ, ര, അര. ആ, ര, അര. അടുത്ത ഒരു വാക്കും കൂടി പറഞ്ഞു തരാം. ആ, ല, അല. 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 അടുത്തത് ആ വരുന്ന വാക്കുകൾ നോക്കാം അല്ലേ? വാലുള്ള ആ പഠിച്ചതല്ലായിരുന്നോ? അതെ. ആദ്യത്തെ വാക്ക് എന്താണെന്നറിയോ? നോക്കിക്കേ. ആന. 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 പഠിച്ചോ? ആയുടെ അടുത്ത് ന എന്ന അക്ഷരം എഴുതിയാൽ എന്താണ് വായിക്കുക? ആന. അടുത്തത് കണ്ടോണേ. ആല. 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 ഇനി നമുക്ക് ആയുടെ അടുത്ത് ട എന്ന അക്ഷരം എഴുതി നോക്കാം. ട. ആട. ആട. ഇവിടെ ആ, ട, ടായുടെ മുകളിൽ ഒരു ചന്ദ്രക്കലയുണ്ടല്ലേ? ചന്ദ്രക്കലയില്ലേ? അപ്പോൾ എന്താ വായിക്കുകയെന്നറിയോ? ആട്. 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 അടുത്ത വാക്ക് ആ, റായുണ്ട്. റായുടെ മുകളിൽ ചന്ദ്രക്കലയുണ്ട്. എന്താ വായിക്കാന്നറിയോ? ആറ്. 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 അടുത്തതായിട്ട് ആയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് നമ്മൾ പഠിക്കാത്തൊരക്ഷരമാണ്. കണ്ടിട്ടുണ്ടോ ഈ അക്ഷരം? ഉണ്ടോ? ഇല്ല അല്ലേ? ഈ അക്ഷരത്തിൻ്റെ പേരാണ് മ. മ. ആയുടെ കൂടെ മ വന്നാൽ ആമ. ആമ. മ. കണ്ടോ? മ എന്ന അക്ഷരം കണ്ടോ? മ. ഇന്ന് മ എന്ന അക്ഷരം ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കണം കേട്ടോ. നമ്മുടെ പാഠഭാഗത്ത് മായുടെ പേജുണ്ട്. നിറമൊക്കെ ചെയ്ത് വരച്ചു നോക്കണം കേട്ടോ. മ ചെയ്ത് നോക്കുമോ? എന്നിട്ട് ആയുടെ കൂടെ ചേർത്ത് എഴുതി നോക്കണേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ആമ. കണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരക്ഷരം പഠിച്ചു. ഏതാണ്? മ. മ. ആ എന്ന അക്ഷരത്തിനോടൊപ്പവും ആ എന്ന അക്ഷരത്തോടൊപ്പവും നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ചേർത്തെഴുതി വാക്കുകൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ പ്രവർത്തനം. എല്ലാവരും ചെയ്യണേ. എന്നിട്ട് മിസ്സിന് കാണിച്ചു തരണം കേട്ടോ.